ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ക്ലാസ് 12ൻ്റെ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ടൈപ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ നമ്മൾ ഒരുപാട് ടൈപ്പുകൾ നമ്മളിപ്പോൾ നോക്കി. അതിൽ അടുത്തൊരു ടൈപ്പാണ് നമ്മൾ നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് 11 മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചില്ലേ, ഇൻ്റഗ്രൽ 1/√x² - a² dx എന്ന് പറയുന്ന ഒരു ടൈപ്പിൽ നമ്മളൊരു റിസൾട്ട് കണ്ടുപിടിച്ചിരുന്നു. ആ സെയിം തന്നെ എന്ത് വന്നിട്ടുണ്ട്, x² - a² സ്ഥാനത്ത് x² + a² എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ 1/√x² + a² dx-നാണ് നമ്മൾ ഇന്ന് റിസൾട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ക്ലിയർ? ഓക്കെ. അപ്പം നമ്മൾ ആ ടൈപ്പ് 11 ചെയ്തതുപോലെ തന്നെ സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ്. അതിൽ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നില്ലേ, അതായത് എന്തിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, എക്സിന് നമ്മൾ ആ വീഡിയോയിലൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ടേമിന് മാത്രമാണ് ഒരു ചെറിയ മാറ്റം വരുന്നത്. അപ്പോൾ ആ മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റമായിരിക്കും ഈ ക്വസ്റ്റ്യൻ ഇതിൽ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രൽ 1/√x² + a², ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഒന്ന് എഴുതാം. ഇൻ്റഗ്രൽ 1/√x² + a² dx. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ് എന്താ, നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമായിരുന്നു. എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്, എക്സ് എന്ന് പറയുന്ന ടേമിനാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോകുന്നത്. പുട്ട് x = a tan θ, അതാണ് നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സിന് a tan θ എന്ന് പറയുന്ന ടേമാണ് നമ്മൾ കൊടുക്കുന്നത്. കഴിഞ്ഞ ടൈപ്പ് 11 നമ്മൾ കൊടുത്തിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ എന്തായിരുന്നു, a sec θ ആയിരുന്നു അവിടെ കൊടുത്തിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് a tan θ ആണ്. ഓക്കെ, ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അടുത്ത സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി എന്താണ്, അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, dx. a എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, ഇൻറ്റു tan θയുടെ ഡെറിവേറ്റീവ് sec² θ, തീറ്റയുടെ ഡെറിവേറ്റീവ് dθ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു, dx = a sec² θ dθ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത സാധനങ്ങൾ എവിടെ ഇട്ട് കൊടുക്കണം, നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഇൻ്റഗ്രൽ 1/√, നമ്മൾ എക്സിനാണ് a tan θ കൊടുത്തത്. അപ്പോൾ x² അത് എന്തായിട്ട് മാറും, a² tan² θ പ്ലസ് അതിന് ശേഷമുള്ള a², അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി ഡി എക്സിന് പകരം നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്, a sec² θ dθ, അതാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കേണ്ടത്, a sec² θ dθ. ക്ലിയർ അല്ലേ അത്രയും? ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ റൂട്ടിൻ്റെ അകത്ത് നോക്കിക്കേ, ഇവിടെ 2a² കോമൺ ആയിട്ടില്ലേ. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഈ 2a² നമ്മൾ കോമൺ ആക്കി റൂട്ടിൻ്റെ അകത്ത് തന്നെ പുറത്തോട്ട് എടുക്കാനായിട്ട് പോവാണ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, ഇൻ്റഗ്രൽ 1/√, റൂട്ടിൻ്റെ അകത്ത് തന്നെ ആട്ടോ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്, a² ഇൻറ്റു ഇവിടെ മിച്ചം tan² θ പ്ലസ് ഇവിടെ നിന്ന് a² പുറത്തോട്ട് എടുക്കുമ്പോൾ ബാക്കി എന്തുണ്ട്, 1 ഉണ്ട്, ഇൻറ്റു ഇത് അതുപോലെ തന്നെ എഴുതുക, a sec² θ dθ. അത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ a² റൂട്ടിൻ്റെ അകത്താണ് നമ്മളിപ്പോൾ വെളിയിലെടുത്തത്. ഇനി ആ a² റൂട്ടിൻ്റെ വെളിയിലോട്ട് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും, a² സ്ക്വയർ അങ്ങ് പോകത്തില്ലേ, a² റൂട്ടിൻ്റെ വെളിയിലോട്ട് എടുക്കുമ്പോൾ a² സ്ക്വയർ അങ്ങ് പോകും. അപ്പോൾ = അതെന്തായിട്ട് മാറും, ഇൻ്റഗ്രൽ 1/a² റൂട്ടിന് വെളിയിൽ വന്നപ്പോൾ അത് a ആയിട്ട് മാറി, √tan² θ + 1 എന്നായിട്ടൊന്ന് മാറി, ഇൻറ്റു a sec² θ dθ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താണ് നോക്കിയേ, tan² θ + 1 എന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് എന്താണ്, നമുക്കറിയാം sec² θ = 1 + tan² θ എന്നാണ് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുള്ളത്. എന്താണ്, sec² θ = 1 + tan² θ. അപ്പോൾ ഞാനിതിവിടെ സൈഡിൽ എഴുതാം. നിങ്ങൾ ഈ റിസൾട്ടുകളൊക്കെ ഒരു ചെറിയ ബുക്കിലാക്കി എഴുതി വെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഇതാണ് ആ റിസൾട്ട്, sec² θ = 1 + tan² θ. അപ്പോൾ ഈ 1 + tan² θയ്ക്ക് പകരം 1 + tan² θ അല്ലേ തിരിച്ചിട്ടെന്നേ ഉള്ളൂ ഇതിൽ.
അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? sec സ്ക്വയർ തീറ്റ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/a ഇൻറ്റു റൂട്ട് ഓഫ് sec സ്ക്വയർ തീറ്റ എന്നായിട്ടത് മാറും. ഇൻറ്റു a sec സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ sec സ്ക്വയർ തീറ്റയുടെ റൂട്ട് ഓഫ് sec സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുക്കാൻ പോവുക. അപ്പോൾ sec സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുക്കുമ്പോൾ അത് എന്തായിട്ട് മാറും? sec തീറ്റയായിട്ട് മാറും അല്ലേ? അപ്പോൾ ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/a sec തീറ്റ എന്നായിട്ടത് മാറും. ഇൻറ്റു a sec സ്ക്വയർ തീറ്റ ഡി തീറ്റ. ഓക്കെ, നോക്കിയേ, ഇവിടുത്തെയും ക്യാൻസലായി പോവും. ഇവിടുത്തെ ഒരു sec തീറ്റയും ഇവിടുത്തെ ഒരു sec തീറ്റയും ക്യാൻസലായി പോവും. ബാക്കി അവിടെ എന്തുണ്ട്? ഈക്വൽ ടു ഇൻ്റഗ്രൽ sec തീറ്റ ഡി തീറ്റ എന്നായിട്ട് വന്നു. ഓക്കെ, ഇനി sec തീറ്റയുടെ റിസൾട്ട് എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. sec തീറ്റയുടെ ഇൻ്റഗ്രൽ sec തീറ്റ എന്ന് പറഞ്ഞതിൻ്റെ റിസൾട്ട് എന്താണ്? ലോഗ് മോഡ് sec തീറ്റ പ്ലസ് ടാൻ തീറ്റ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള റിസൾട്ടാണ്. sec തീറ്റയുടെ ഇൻ്റഗ്രൽ എന്താണ്? ലോഗ് മോഡ് sec തീറ്റ പ്ലസ് ടാൻ തീറ്റ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടൈപ്പ് 11 ചെയ്തതുപോലെ തന്നെ sec തീറ്റയ്ക്ക് ഒരു റിസൾട്ടുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. ടാൻ തീറ്റയ്ക്ക് ഒരു റിസൾട്ടുണ്ട്, അത് നമ്മൾ ഇട്ട് കൊടുക്കണം. പക്ഷെ അത് രണ്ടും നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ്റെ തുടക്കത്തിൽ നമ്മൾ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നില്ലേ? എക്സ് ഇസ് ഈക്വൽ ടു എ ടാൻ തീറ്റ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരുന്നു. ഇതിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റയ്ക്ക് റിസൾട്ട് കണ്ടുപിടിക്കാമല്ലോ. അതിന് എന്ത് ചെയ്താൽ മതി? ഈ എയിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ? ഇവിടെ ഇൻറ്റു ചെയ്തിരിക്കുന്ന എയിനെ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ടാൻ തീറ്റയ്ക്ക് ഒരു റിസൾട്ട് കിട്ടും. ടാൻ തീറ്റ ഈക്വൽ ടു x/a. അപ്പോൾ ടാൻ തീറ്റയായി. ഇനി നമുക്ക് sec തീറ്റയ്ക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ കയ്യിലുള്ള റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? sec സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അതാണ് നമ്മളുടെ കയ്യിലുള്ള റിസൾട്ട്. അപ്പോൾ അതിൽ 1 പ്ലസ് ടാൻ തീറ്റ ഉണ്ട് x/a. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ എന്തായിരിക്കും? x²/a² അല്ലേ? അപ്പോൾ 1 പ്ലസ് x²/a². ഇതിൻ്റെ LCM എടുക്കുമ്പോൾ എന്താ നമുക്ക് കിട്ടുന്നത്? a² ഇൻറ്റു 1 a² പ്ലസ് x²/a² എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ sec സ്ക്വയർ തീറ്റയാണ് a² പ്ലസ് x²/a² എന്ന് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ sec സ്ക്വയർ തീറ്റയുടെ റൂട്ട് എടുത്താലല്ലേ sec തീറ്റ കിട്ടുള്ളൂ. അപ്പോൾ sec തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് a² പ്ലസ് x²/a². ഓക്കെ അല്ലേ? വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഈ a² പ്ലസ് x²നെ x² പ്ലസ് a² എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബൈ a²ൻ്റെ റൂട്ട് a. അപ്പോൾ നമുക്ക് sec തീറ്റയ്ക്ക് ഒരു വാല്യൂ കിട്ടി. റൂട്ട് ഓഫ് x² പ്ലസ് a²/a എന്ന് കിട്ടി. ഇനി അത് രണ്ടും നമ്മളിത് ഇവിടെ ഇട്ട് കൊടുക്കാനായിട്ട് പോകുക. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ലോഗ് മോഡ് sec തീറ്റയ്ക്ക് പകരം നമ്മൾ എന്താ കണ്ടുപിടിച്ച് വെച്ചത്? ലോഗ് മോഡ് റൂട്ട് ഓഫ് x² പ്ലസ് a²/a പ്ലസ് ടാൻ തീറ്റയ്ക്ക് പകരം x/a. ഓക്കെ, ഇനി ഇതേ ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിനെ ആഡ് ചെയ്യാം. അപ്പോൾ ലോഗ് മോഡ് റൂട്ട് ഓഫ് x² പ്ലസ് a² പ്ലസ് x/a. ഓക്കെ, ഇനി നമ്മളെന്താ ഇത് നോക്കിക്കേ, ഇത് ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? ലോഗ് a/b എന്ന് പറയുന്ന ഫോർമാറ്റിലല്ലേ ഇത് കിടക്കുന്നത്? അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ലോഗ് a/b എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൻ്റെ റിസൾട്ട് എന്താണ്? ലോഗ് a/b ഈക്വൽ ടു ലോഗ് a മൈനസ് ലോഗ് b എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇത് കിടക്കുന്നത്, ലോഗ് a/b. അപ്പോൾ ഇതിനെ നമുക്ക് ലോഗ് a മൈനസ് ലോഗ് b ഫോർമാറ്റിലോട്ട് എഴുതാം. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ലോഗ് മോഡ് റൂട്ട് ഓഫ് x² പ്ലസ് a² പ്ലസ് x മൈനസ് ലോഗ് a പ്ലസ് c. ഇതൊരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഇതിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു നമ്മളുടെ ആൻസർ എന്തായിട്ട് വരും? ലോഗ് മോഡ് റൂട്ട് ഓഫ് x² പ്ലസ് a² പ്ലസ് x പ്ലസ് c എന്നായിട്ട് നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിനെ നമ്മൾ
നമുക്ക് ടൈപ്പ് 11 നമുക്കൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണമെങ്കിൽ ഇതിനൊന്ന് തിരിച്ചിട്ടാൽ മതി. അപ്പോൾ എന്ത് വരും? ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി എന്നാകും. കണ്ടതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത്. ഇപ്പോൾ ടൈപ്പ് 11 എന്തായിരുന്നു റിസൾട്ട്? അതായത് എൻ്റെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1/√ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് നമ്മൾ കണ്ടുപിടിച്ചത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഈ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ 1/√ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി എക്സ് ആയിരുന്നു. അതിൻ്റെ റിസൾട്ട് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. ഇപ്പോൾ രണ്ടും കൂടെ നമുക്ക് കണക്ട് ചെയ്ത് പഠിച്ചാൽ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ് ഇത് രണ്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഡെറിവേഷൻ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ചിലപ്പോൾ എ സ്ക്വയറിൻ്റെ സ്ഥാനത്ത് നമ്പർ ഇട്ടും ചോദിക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ ഡെറിവേഷൻ ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാലേ ഇത് ഓർത്തിരിക്കത്തുള്ളൂ. അപ്പം നല്ല രീതിയിലൊരു 3 പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് പഠിച്ചാൽ നല്ല സുഖമായിട്ട് ഈ സാധനം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്